ഇത് സമ്പൂർണ്ണ ദണ്ഡവിമോചനത്തിന്റെ മണിക്കൂറുകൾ. ആഗോള കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പ ആദ്യമായി പ്രഖ്യാപിച്ച പോർസിയുങ്കുള ദണ്ഡവിമോചനം വീണ്ടും നേടാൻ വിശ്വാസികൾക്ക് അവസരം. ഇന്ന് ഓഗസ്റ്റ് 1 സന്ധ്യ മുതൽ നാളെ 2-ാം തീയതി സൂര്യാസ്തമയം വരെ ദണ്ഡവിമോചനം സ്വീകരിക്കുന്നതിനുള്ള അവസരമാണ് സഭ നൽകിയിരിക്കുന്നത്. ദണ്ഡവിമോചനത്തിന് നിരവധി മാർഗങ്ങൾ സഭയിലുണ്ടെങ്കിലും കത്തോലിക്ക സഭയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദണ്ഡവിമോചനമാണ് പോർസിയുങ്കുള ദണ്ഡവിമോചനം. ദണ്ഡവിമോചനം സാധ്യമാക്കാൻ 3 കാര്യങ്ങൾ പാലിക്കണം. നാളേക്ക് 8 ദിവസങ്ങൾക്ക് മുൻപോ ശേഷമോ നല്ല കുമ്പസാരം നടത്തുക എന്നതാണ് ദണ്ഡവിമോചനം നേടുന്നതിനുള്ള ഏറ്റവും ആദ്യപടി. രണ്ടാമതായി നാളെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും അനുതാപം നിറഞ്ഞ ഹൃദയത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വേണം. മൂന്നാമതായി അനുതാപവും ഭക്തിയും നിറഞ്ഞ ഹൃദയത്തോടെ ഇടവക ദേവാലയത്തിൽ ഒരു സ്വർഗസ്ഥനായ പിതാവും വിശ്വാസ പ്രമാണവും ചൊല്ലിയ ശേഷം മാർപ്പാപ്പയുടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വേണം. ഫ്രാൻസിസ്കൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെയാണ് പോർസിയുങ്കുള ദണ്ഡവിമോചനത്തിന്റെ കാരണക്കാരനായി ചരിത്രം വിശേഷിപ്പിക്കുന്നത്. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുണ്ടായിരുന്ന ഉപേക്ഷിക്കപ്പെട്ട പുരാതന ദേവാലയമായിരുന്നു പോർസിയുങ്കുള. കന്യകാമാതാവിനോട് അഗാധ ഭക്തിയുണ്ടായിരുന്ന വിശുദ്ധൻ ദേവാലയം പുനരുദ്ധരിക്കുവാൻ അതിനോട് ചേർന്ന് താമസമാക്കി. ഫ്രാൻസിസ് അസീസിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായ ഇവിടെ വെച്ചാണ് വിശുദ്ധൻ തന്റെ ആധ്യാത്മിക ജീവിതം ആരംഭിക്കുന്നതും സന്യാസ സഭയ്ക്ക് രൂപം നൽകുന്നതും. തനിക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് ഇക്കാലയളവിൽ വിശുദ്ധൻ മാതാവിനോട് കരഞ്ഞപേക്ഷിക്കാറുണ്ടായിരുന്നു. പിന്നീട് ലഭിച്ച ദർശനങ്ങളുടെ വെളിച്ചത്തിൽ പോർസിയുങ്കുള ദണ്ഡവിമോചനം അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഹോണോറിയൂസ് പാപ്പായ്ക്ക് അപേക്ഷ സമർപ്പിച്ചു. അതുവരെ സമ്പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിക്കുവാൻ പാപ്പ തയ്യാറായിരുന്നില്ല. ആദ്യം വിസമ്മതിച്ചെങ്കിലും കർത്താവായ യേശുവും ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി പാപ്പ പിന്നീട് ദണ്ഡവിമോചനം അനുവദിക്കുകയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദണ്ഡവിമോചന തീയതി തീരുമാനിച്ചതും വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്നെയായിരുന്നു. വിശുദ്ധ പത്രോസ് തടവറയിൽ നിന്നും മോചിതനായ ഓഗസ്റ്റ് 1 എന്ന തീയതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദിവസം നിജപ്പെടുത്തിയത്. ഈ ദിവസം പാപികൾക്ക് തങ്ങളുടെ പാപമാകുന്ന ചങ്ങലകളിൽ നിന്നും മോചനം നേടുവാൻ കഴിയണമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് ആഗ്രഹിച്ചു. ഇറ്റലിയിലെ അസീസിയിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള സെന്റ് മേരി ഓഫ് ഏഞ്ചൽസ് ബസിലിക്കയിലാണ് പോർസിയുങ്കുള ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥപ്രകാരം അപരാധമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നും ദൈവത്തിന്റെ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. പാപം മൂലമുള്ള കാലിക ശിക്ഷയെ ഭാഗികമായോ പൂർണ്ണമായോ ഇളവ് ചെയ്യുന്നതിനെ ആശ്രയിച്ച് ദണ്ഡവിമോചനം ഭാഗികമോ പൂർണ്ണമോ ആകാമെന്ന് CCC 1471 ചൂണ്ടിക്കാട്ടുന്നു. പോർസിയുങ്കുള ദണ്ഡവിമോചനം പൂർണ്ണമായ ഇളവാണ്. പൂർണ്ണ ദണ്ഡവിമോചനം എന്നത് നാം ചെയ്യുന്ന എല്ലാ പാപങ്ങളുടെയും കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനമല്ല, മറിച്ച് ഏതെങ്കിലും ഒരു പാപത്തിന്റെ മാത്രം കാലിക ശിക്ഷയാണ് പൂർണ്ണമായും മോചിക്കപ്പെടുന്നത്. അതിനാൽ പൂർണ്ണ ദണ്ഡവിമോചനത്തിനായുള്ള പരിശ്രമങ്ങൾ കേവലം ഒരു പ്രാവശ്യം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതില്ല.